ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു വൺ ഡേ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. ഞാനും ഫ്രണ്ട്സും കൂടി, അതായത് ഞങ്ങളൊരു 8 പേര്, ഞങ്ങൾ കോളേജ് കഴിഞ്ഞ് ഒരു 8 വർഷത്തോളമായി എല്ലാവരും കൂടി ഇതേപോലെ ഒരുമിച്ച് കൂടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഡേ സ്പെൻഡ് ചെയ്ത് കല്ലടിക്കോടുള്ള മീൻവല്ലത്തേക്കും അതുപോലെ തന്നെ പാലക്കാട് മലമ്പുഴയുടെ അടുത്തുള്ള കവയിലേക്കും പോയ വിശേഷങ്ങളാണ്. ആദ്യം ഞങ്ങൾ പോയത് ഈ ഒരു കാണുന്ന മീൻവല്ലം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയതാണ്. പറയാതിരിക്കാൻ വയ്യ. 1 മണിക്കൂർ 11:30ക്ക് അവിടെ എത്തി. അതിന് ശേഷം കുറേ നേരം വെള്ളം കുറവായ പോലെ തോന്നി. കഴിഞ്ഞ പ്രാവശ്യം അതിനൊരു ഒരാഴ്ച മുന്നേ പോയിട്ടുണ്ടായിരുന്നു മീൻ വെള്ളത്തേക്ക്, മോളും ഞാനും ഏട്ടനും കൂടി. അന്ന് ഞങ്ങൾ കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി, പക്ഷെ വെള്ളച്ചാട്ടം കാണാൻ പോയില്ല കേട്ടോ അന്നും. എന്നിട്ട് ഇതേപോലെ ഞങ്ങൾ അവിടെ പോയി നിന്ന് 11:30 മുതൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു 12 മണിക്ക് വെള്ളം വിടും പറഞ്ഞു. ഞങ്ങളതും നോക്കി അവിടെ 12 മണിയായി, 12:05 കഴിഞ്ഞു. ഞങ്ങൾ ഇരുന്നിരുന്നെങ്കിൽ 1 മണി വരെ അവിടെ ഇരുന്നുണ്ടാവും. വെള്ളച്ചാട്ടം ഇപ്പോൾ വരും പറഞ്ഞിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിരിക്കുക. അവിടെ നോക്കണം, പുള്ളി വന്നിട്ട് പറഞ്ഞു താഴത്ത് ഷട്ടർ തുറന്നിട്ടുണ്ട്, അവിടെ കുറച്ച് വെള്ളം വരുമെന്ന് പറഞ്ഞു. അവിടെ നോക്കണം, അവിടെയും വെള്ളമൊന്നും കണ്ടില്ല. പിന്നെ അപ്പോൾ ഇവിടെ വെള്ളം വരില്ല ചോദിച്ചപ്പോഴാണ് പുള്ളി പറയുന്നത് ഇവിടെ നാളെ വരുള്ളൂ. ഞങ്ങളിപ്പോൾ ഇവിടെ വരും പറഞ്ഞിട്ടാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസം ശശിയായിട്ട് അവിടെ ഇരുന്ന് പോയി ഇങ്ങനെ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. മുണ്ടൂർ പാലക്കാട് റോട്ടിലുള്ള ഹൈ റൈസ് റെസ്റ്റോറൻറ്റിലാണ് കയറി. അടിപൊളി ഫുഡായിരുന്നു. ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണി. ഞങ്ങളെല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്യുന്നത്, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ 2 പേരും മന്തി ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ സൺസെറ്റ് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് കവയിലേക്ക് വിട്ടു. സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 4 മണിയാകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷേ കവ അടിപൊളി. ഞാൻ ഇതേ എക്സ്പീരിയൻസ് ഇതിന് മുന്നേ കവയ്ക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മറ്റോ പോയതാണ്. അപ്പോൾ പോയത് വേറെ, കവയുടെ വേറെ സൈഡിൽ. ഞാൻ വിചാരിച്ചു കവ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരേ സൈഡായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ വേറെ സൈഡിലാണ് പോയി. അവിടെ മറ്റേ ഈ വെള്ളം മൊത്തം ചളി, ചേറ് അങ്ങനത്തെ സംഭവമായിരുന്നു. പക്ഷേ ഈ സൈഡ് പോയപ്പോൾ അടിപൊളി, വെള്ളം ചേറ് തന്നെയായിരിക്കും, പക്ഷേ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളി സെറ്റപ്പ് വ്യൂ ആയിരുന്നു. ഇതേപോലെ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളെല്ലാവരും കൂടി ഭയങ്കരമായിട്ട് ഇങ്ങനെ പഴയ നമ്മുടെ മെമ്മറീസൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ലേ, അതേപോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു. വ്യൂ അടിപൊളി വ്യൂ, ശരിക്കും നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പാലക്കാടൻ ഗ്രാമീണ ഭംഗിയൊക്കെ അതിൻ്റെ ഒരു എക്സാക്റ്റ് വ്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ സ്പോട്ടിൽ വേഗം റീലെടുക്കാൻ പറഞ്ഞു. അഞ്ജലി, അവളാണ് ഡാൻസ് മാസ്റ്റർ വിക്രം എന്നൊക്കെ പറയണ പോലെ. എനിക്കൊന്ന് ഡാൻസിന് മൂവ് ചെയ്യാൻ പോലും അറിയാത്ത ആളാണ് ഞാനൊക്കെ. അങ്ങനെ അവൾ ചുമ്മാ അത് കണ്ട ചിരിച്ച് ചാവും. എന്നാലും ഞങ്ങളതൊക്കെ എൻജോയ് ചെയ്യുന്ന റീലൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ ഓടി വന്ന് റീലെടുക്കുന്ന പോലെയൊക്കെ ജസ്റ്റ് നല്ലൊരു ഡേ, വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു. അയ്യോ, അതിൻ്റെ ഇടയിൽ വേറെ സംഭവം ഉണ്ടായി. ഞങ്ങളെ മറ്റേ മെയിൻ സംഭവം, ഞങ്ങൾ ഓൾറെഡി നല്ല ക്ഷീണിച്ചിരിക്കുക. കാരണം ഞങ്ങൾ വെള്ളക്കുപ്പി എടുത്തതൊക്കെ വെള്ളം കഴിഞ്ഞു. പിന്നെ തിരിച്ച് വീണ്ടും കുറച്ച് ദൂരം നടക്കണം അങ്ങോട്ട് വെള്ളം കുടിക്കണമെങ്കിൽ, കടയിലേക്ക് പോകണമെങ്കിൽ. ഞങ്ങളാകെ മടി പിടിച്ചിരിക്കുകയാണ്. ഇനി പോകുമ്പോൾ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം എടുക്കുമല്ലോ, സെൻറ്ററിൽ ഒരാൾ നിന്നിട്ട് ഇങ്ങനെ കൈ തട്ടി വിളിച്ച് എല്ലാവരും ഓടി വരുന്നു. ആ റീലെടുത്തുകൊണ്ടിരിക്കുന്നത് മൊത്തം പോത്തുകളായിരിക്കും. ഈ കവയുടെ അവിടെ ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും അവറ്റങ്ങൾ. അതിൻ്റെ ഇടയിൽ ഇവൻ ഈ റെഡ് ഷർട്ട് ഇട്ടവനെ കണ്ടിട്ട്, ജിതിനെ കണ്ടിട്ട് പോത്തുകളൊരൊറ്റ ഓട്ടം. ഞങ്ങൾ 8 പേര് 8 വഴിക്ക് എങ്ങനെയൊക്കെയോ ഓടി. ഞങ്ങൾ മറ്റേ വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒന്നിനും വയ്യ, നടക്കാൻ വയ്യ, അത് ഇല്ലാന്ന് പറഞ്ഞിരുന്നവരാ. ആ പോത്ത് വന്ന് ഞങ്ങൾ ജീവനും കൊണ്ട് എങ്ങോട്ടൊക്കെ ഓടിയെന്ന് അറിയില്ല. പക്ഷേ ആ പോത്ത് എല്ലാവരും ഓടിക്കുന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് നോക്കണവരൊക്കെ. രാകേഷിൻ്റെ പോത്തിനോട് പോത്തെ ഇടിപ്പോടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് കാര്യം, ഇരുന്ന് ഓടിച്ച് ഞങ്ങൾ. അങ്ങനെ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും അതൊരു വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ വൈറലായേനെ.